പ്രിയ വിദ്യാർത്ഥികളെ, ഫോർത്ത് ചാപ്റ്ററിൻ്റെ തേർഡ് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? ദാറ്റ് ഈസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. എന്താണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത്? if ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ദാറ്റ് ഈസ് എഫ് ഓഫ് എസ് ആണെങ്കിൽ, ദെൻ ലാപ്ലാസ് ഓഫ് e raised to at into f of t എന്തായിരിക്കും? ഇത് ഈ എസ് എന്താണോ ഇവിടുത്തെ ലാപ്ലാസ് ട്രാൻസ്ഫോം, ആ എസിന്റെ സ്ഥാനത്ത് എസ് മൈനസ് എ കൊടുത്താൽ മതി. ഈ എ എന്താണ്? e raised to at ലെ ടിയുടെ കോഫിഷ്യന്റ് ആണ് എ. ഓക്കെ, കുറെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലാസ് ഓഫ് കോസ് എ ടി പ്ലസ് ബി. എങ്ങനെ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഇവിടെ കോസ് എ ടി അല്ല, കോസ് എ ടി പ്ലസ് ബി ആണ് അല്ലെ, ആംഗിൾ ആണ് എ ടി പ്ലസ് ബി. പക്ഷെ നമുക്കറിയാം കോസ് എ പ്ലസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ് എ പ്ലസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. ദർഫോർ ഇവിടെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് ദാറ്റ് ഈസ് കോസ് എ ടി, നെക്സ്റ്റ് കോസ് ബി, നെക്സ്റ്റ് മൈനസ് സൈൻ എ ടി സൈൻ ബി. ഓക്കെ, that is this equal to Laplace of cos AT cos B, next minus Laplace of sin AT sin B. Okay, that is this equal to ഈ cos B constant ആണ്, അതുപോലെ തന്നെ sin B constant. അതിന് രണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ? that is cos B, ബാക്കി Laplace of cos AT minus sin B constant ആണ്, Laplace of sin AT. That's equal to എന്താണ്? cos B Laplace of cos AT എന്താ? s divided by s square plus a square minus sin B, next ഇതെന്ത് വരും? that is a divided by s square plus a square, common denominator അല്ലേ? നമുക്ക് ഇങ്ങനെ എഴുതാം, that is s cos B minus a, okay, ഇവിടെ a square ഉണ്ട്, minus a sin b divided by common denominator a square plus a square. അപ്പോൾ എത്ര ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പറ്റണം. അടുത്തൊരു പ്രോപ്പർട്ടി ആയിരുന്നു ലീനിയർ പ്രോപ്പർട്ടി. ആ ലീനിയർ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ബ്രാക്കറ്റ് ഈ ലാപ്ലാസിന്റെ അകത്തേക്ക് എടുക്കാൻ പറ്റുന്നത്? ലീനിയർ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ്. അതെന്താണ് ലീനിയർ പ്രോപ്പർട്ടി? ലാപ്ലാസ് ഓഫ് f1 ഓഫ് ടി പ്ലസ് f2 ടി, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് f1 ഓഫ് ടി പ്ലസ് ലാപ്ലാസ് ഓഫ് f2 ടി, ഇങ്ങനെ എഴുതാം. ഇതിനാണ് ലീനിയർ പ്രോപ്പർട്ടി എന്ന് പറയാം. അഥവാ ഇവിടെ ഇനി സം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിലോ, എ ബി ഉണ്ട് വിചാരിക്കുക. ദാറ്റ് ഈസ് എ ഇൻറ്റു ലാപ്ലാസ് ഓഫ് f1 ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ലാപ്ലാസ് ഓഫ് f2 ടി. അപ്പോൾ ഇതിനെയാണ് ലീനിയർ പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി എഴുതാം, if സം g of t equal to അല്ലെങ്കിൽ a into f1 of t plus b into f2 of t is a function of t, then Laplace of a into f1 of t plus b into f2 of t, this equal to a into Laplace of f1 of t plus b into Laplace of f2 of t. ഇതിനെ ലീനിയർ പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ കിട്ടും. എങ്ങനെ എഴുതാം? ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് എ ഇൻറ്റു f1 ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു f2 ഓഫ് ടി, ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus st, പിന്നെ ഇതിന്റെ അകത്തുള്ളത് അല്ലേ? ദാറ്റ് ഈസ് എ ഇൻറ്റു f1 ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു f2 ഓഫ് ടി അല്ലേ? ഇതാണ് ഡെഫിനേഷൻ. ഏതാണോ ഫംഗ്ഷൻ അതിന്റെ കൂടെ e raised to minus st ഗുണിക്കുക, ആ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇത് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e പവർ മൈനസ് എസ് ടി എ ഇൻറ്റു f1 ഓഫ് ടി, നെക്സ്റ്റ് പ്ലസ് e പവർ മൈനസ് എസ് ടി ബി ഇൻറ്റു f2 ഓഫ് ടി അല്ലേ? f2 ഓഫ് ടി അല്ലേ? ഇൻറ്റു ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം, ഇന്റഗ്രൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലേ? ഇവിടെ എ കോൺസ്റ്റന്റ്, എ പുറത്തേക്ക് എടുക്കാം, ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e പവർ മൈനസ് എസ് ടി f1 ഓഫ് ടി ഡി ടി പ്ലസ് നെക്സ്റ്റ് ബിയും പുറത്തേക്ക് എടുക്കാം, ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e പവർ മൈനസ് എസ് ടി f2 ടി ഇൻറ്റു ഡി ടി അല്ലേ? ഒന്നാമത്തെ എന്താണ്?
എ ഇൻറ്റു ലാപ്ലാസ് ഓഫ് എഫ്1 ഓഫ് ടി ആണ് അല്ലേ. അതിൻ്റെ ഡെഫിനിഷൻ ഇത് അല്ലേ. ഇതെന്താണ്? പ്ലസ് ബി ഇൻറ്റു ലാപ്ലാസ് ഓഫ് എഫ്2 ടി അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഇത് ലീനിയർ ആണ്. ഇപ്പോൾ സാധാരണ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പ്രൂഫൊന്നും അധികം പഠിക്കാനില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രൂഫ് നമുക്ക് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, വരില്ല എന്ന് വിശ്വസിക്കാം. വലിയ ലെങ്ത് ഉള്ള പ്രൂഫൊന്നും വരില്ല എന്ന് വിശ്വസിക്കാം. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഞാൻ എന്നിരുന്നാലും പ്രോബ്ലംസ് ചെയ്ത് തരുന്നേ ഉള്ളൂ. ടി 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1. നെക്സ്റ്റ് 1 ഇഫ് ടി ഗ്രേറ്റർ ദാൻ 1. ഫംഗ്ഷൻ ഇതാണ്. ദറ്റ് ഈസ് 0 മുതൽ 1 വരെ ഫംഗ്ഷന്റെ വാല്യൂ ടി അല്ലേ. ഫംഗ്ഷന്റെ വാല്യൂ ടി 1 മുതൽ പിന്നെ ഫംഗ്ഷന്റെ വാല്യൂ 0. ഈ ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. എന്താണ് ഡെഫിനിഷൻ? ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി. Laplace of f of t. This equal to integral 0 to infinity e power minus st into f of t dt. അല്ലേ. 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകണം. അപ്പോൾ 0 മുതൽ 1 വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? ടി ആണ്. പിന്നെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്താൽ മതി? 0 മുതൽ 1 വരെ ഇവാലുവേറ്റ് ചെയ്താൽ മതി അല്ലേ. കാരണം എന്താ? അത് കഴിഞ്ഞിട്ട് പിന്നെ 0 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 0 എന്ന് വരും അല്ലേ. e raised to minus st dt into t പ്ലസ് നെക്സ്റ്റ് 1 to ഇൻഫിനിറ്റി e raised to minus st 0 into t. ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ഈ ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് 0 ആയി പോകും. ഓക്കെ, ബാക്കി ഇത് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 t into e raised to minus st dt അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റും, ബ്രാക്കറ്റ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു e പവർ മൈനസ് st divided by minus s. നെക്സ്റ്റ് മൈനസ് നെക്സ്റ്റ് 1 ഇൻറ്റു e raised to minus st divided by s സ്ക്വയർ എന്ന് വരും അല്ലേ. ബാക്കി 0. ദാറ്റ് ഈസ് 0 to 1. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 വരില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴാണ് ഈ ടേം 0 വരിക. അപ്പർ ലിമിറ്റ് 1 ആണ് കൊടുക്കുന്നത് അല്ലേ. 1 കൊടുക്കുമ്പോൾ എന്തായി? ദാറ്റ് ഈസ് 1 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് 1 ഇൻറ്റു e raised to minus ദാറ്റ് ഈസ് e raised to minus s divided by minus s. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് e പവർ മൈനസ് s divided by s സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേം 0 വരും. ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 മൈനസ് ഈ ടേം എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 divided by s സ്ക്വയർ വരും. ദാറ്റ് ഈസ് ആൻസർ എന്ത് വരും? e പവർ മൈനസ് s divided by minus s മൈനസ് e പവർ മൈനസ് s divided by s സ്ക്വയർ പ്ലസ് 1 divided by s സ്ക്വയർ. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Laplace of cos hat cos omega t. Laplace of cos hat cos omega t. എന്താണ് cos hat? cos hat നെ നമുക്ക് ഇങ്ങനെ എഴുതാം. cos hat ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 1/2 ഇൻറ്റു e raised to at പ്ലസ് e raised to minus at divided by 2 അല്ലേ, അല്ലെങ്കിൽ 1/2. അപ്പോൾ നമുക്ക് ഇവിടെയും അതേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാലോ, ദിസ് ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് 1/2 ഇൻറ്റു e raised to at പ്ലസ് e raised to minus at നെക്സ്റ്റ് ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ. ഇത്രയും ടൈം ഈ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. 1/2 ഇൻറ്റു നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? ലാപ്ലാസ് ഓഫ് e raised to at പ്ലസ് e raised to minus at ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ. കോസ് ഒമേഗ ടി ദാറ്റ് ഈസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/2 ഇൻറ്റു ലാപ്ലാസ് ഓഫ് e raised to at cos omega t പ്ലസ് e raised to minus at cos omega t. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ബൈ ലീനിയർ പ്രോപ്പർട്ടി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലാപ്ലാസ് ഓഫ് e raised to at cos omega t അല്ലേ, പ്ലസ് നെക്സ്റ്റ് ലാപ്ലാസ് ഓഫ് e raised to minus at cos omega t. ഓക്കെ, ബ്രാക്കറ്റ് ടോട്ടൽ ബ്രാക്കറ്റ് ദാറ്റ് ഈസ് 1/2 കോമൺ ആണ്.
ഇത് എന്താണ് കോസ് ഒമേഗ ടിയുടെ ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതും കോസ് ഒമേഗ ടിയുടെ ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ചാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എന്നാൽ കോസ് ഒമേഗ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ലാപ്ലാസ് ഓഫ് കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ദാറ്റ് ഈസ് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഇവിടെ ഒമേഗ ആണെങ്കിൽ ഒമേഗ സ്ക്വയർ. ആ എസിന്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുക്കണം? എസ് മൈനസ് എ കൊടുക്കണം അല്ലേ. that is 1 by 2 into എന്ത് വരും? s minus a divided by s minus a whole square plus omega square അല്ലേ. നെക്സ്റ്റ് ഇവിടെയോ? ഇവിടെ മൈനസ് 80 ആണ്, മൈനസ് ആണ് വന്നുള്ളത്. അപ്പോൾ ഇവിടെ എസ് കിടക്കണം, അവിടെ എന്ത് ചെയ്യാം? എസ് മൈനസ് മൈനസ് എ കൊടുക്കണം, അഥവാ എസ് പ്ലസ് എ കൊടുക്കണം അല്ലേ. ദാറ്റ് ഈസ് ദിസ് പ്ലസ് എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, 1 by 2 കോമൺ. വേണമെങ്കിൽ ഇനി വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇത് സിംപ്ലിഫൈ ചെയ്ത് സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലാസ് ഓഫ് സൈൻ സ്ക്വയർ ടിയുടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി സൈൻ സ്ക്വയർ ടി ചെയ്ത് നോക്കുക. കാരണം സൈൻ സ്ക്വയർ ടിയുടെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷിഫ്റ്റിംഗ് ആണ്. ഈ എയുടെ സ്ഥാനത്ത് 1ഓ 2ഓ 3ഓ എന്തും വരാം അല്ലേ. കറസ്പോണ്ടിങ് നമ്മൾ ആൻസറിലും എയുടെ സ്ഥാനത്ത് 1ഉം 2ഉം 3 ഒക്കെ കൊടുത്താൽ മതി. നെക്സ്റ്റ് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും സൈൻ ഇ റേസ് ടു എ ടി സൈൻ 2t, അതുപോലെ തന്നെ ഇ റേസ് ടു എ ടി കോസ് 2t. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഇതൊന്നും ഞാൻ ചെയ്ത് തരണമെന്നില്ല, കാരണം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. സൈൻ 2tയുടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിൽ ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിക്കാം. കോസ് 2tയുടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിക്കാം. ഓക്കെ, പിന്നീട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ 2 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഓക്കെ, രണ്ടാമത്തെ ലീനിയർ പ്രോപ്പർട്ടി, ലീനിയർ പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ചേഞ്ച് സ്കെയിൽ പ്രോപ്പർട്ടി, ചേഞ്ച് സ്കെയിൽ പ്രോപ്പർട്ടി. എന്താ പ്രോപ്പർട്ടി പറയുന്നത്? ലാപ്ലാസ് ഓഫ് നിങ്ങൾക്ക് എൽ ഓഫ് ടി, എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ ദാറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ then ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് എ ടി, ഈ ടിയുടെ സ്ഥാനത്ത് എഫ് ഓഫ് എ ടി വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? വീണ്ടും നിങ്ങൾ കംപ്ലീറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? 1 ഡിവൈഡഡ് ബൈ ഇൻറ്റു എഫ് ഓഫ് എസ് ബൈ എ, അഥവാ എസ് കിടക്കുന്നവർക്ക് എന്ത് ചെയ്യുക? എസ് ബൈ എ കൊടുക്കുക, പുറത്തൊരു 1 ബൈ എയും കൊടുക്കുക. ഓക്കെ, ഇതാണ് ചേഞ്ച് സ്കെയിൽ പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. ഇഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു a divided by a square plus 4 ഇതാണ് വിചാരിക്കുക. then find ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. then find f of ലാപ്ലാസ് ഓഫ് f of 3t. അപ്പോൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം a divided by a square plus 4 ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ 2 എന്ന് കൊടുക്കാൻ പോവാം, 2 divided by a square plus 4 ആണെങ്കിൽ എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 2 divided by a square plus 4 ആണെങ്കിൽ ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് 3t, അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചേഞ്ച് സ്കെയിൽ പ്രോപ്പർട്ടി ആണ്. എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് എ ടിയുടെ സ്ഥാനത്ത് എ ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? എസിന്റെ സ്ഥാനത്ത് എസ് ബൈ എ കൊടുക്കുക, പുറത്തൊരു 1 ബൈ എയും കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? ലാപ്ലാസ് ഓഫ് ചേഞ്ച് സ്കെയിൽ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് 3t ഈസ് ഈക്വൽ ടു 1 by 3. എഫ് ഓഫ് ടി നമുക്കറിയാം, ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി നമുക്കറിയാം അല്ലേ. 2 divided by എസ് കിടക്കുന്നവർക്ക് എന്ത് ചെയ്യുക? എസ് ബൈ 3 കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് ആൻസർ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രോപ്പർട്ടീസ് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. പിന്നീട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ലാപ്ലാസ് ഓഫ് സൈൻ 2t സൈൻ 3t, സൈൻ 2t സൈൻ 3t. ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. സൈൻ എ കോസ് ബി, അല്ലെങ്കിൽ സൈൻ കോസ് എ കോസ് ബി, അല്ലെങ്കിൽ സൈൻ എ സൈൻ ബി. ഇതൊക്കെ എങ്ങനെ മാറ്റിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇക്വേഷൻ നമ്മൾ വളരെ വൃത്തിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ മാറ്റിയതാം? സൈൻ 2t സൈൻ 3tനെ എങ്ങനെ മാറ്റിയതാം? ദാറ്റ് ഈസ് സൈൻ, ഞാൻ ഇവിടെ കുറച്ച് ഇക്വേഷൻ കൂടി എഴുതാം. സൈൻ എ കോസ് ബി, സൈൻ എ കോസ് ബി എന്താണ്?
1/2 into sin A minus B. Next plus sin A plus B. ഇതാണ് ഡെഫിനിഷൻ. നെക്സ്റ്റ് അടുത്തത് കോസ് എ സൈൻ ബി, അല്ലെങ്കിൽ സോറി ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, ആൾറെഡി നമുക്ക് കിട്ടി സൈനും കോസും എന്ന ടേം നമ്മൾ എഴുതി. ഇനി കോസ് എ കോസ് ബി, ഇതിനെങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി. നെക്സ്റ്റ് പ്ലസ് കോസ് എ മൈനസ് ബി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സൈൻ എ സൈൻ ബി, ദാറ്റ്സ് ഈക്വൽ ടു 1/2 കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസൾട്ട് എങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നെക്സ്റ്റ് ഇവിടെ എ എന്താണ്? സൈൻ എ സൈൻ ബി എന്നാണ് അല്ലേ, ഈ ലാസ്റ്റത്തെ റിസൾട്ടാണ്. ആ എയുടെ സ്ഥാനത്ത് 2t ആണ്, ബിയുടെ സ്ഥാനത്ത് 3t ആണ്. ദർഫോർ ഇതിനെ നമുക്ക് എന്ത് ചെയ്താം? സൈൻ 2t സൈൻ 3t. ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 1/2 കോസ് എ മൈനസ് ബി. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം, ദാറ്റ് ഈസ് കോസ് 2t മൈനസ് 3t. നെക്സ്റ്റ് പ്ലസ് കോസ് 2t പ്ലസ് ദാറ്റ് ഈസ് 5t അല്ലേ, ബ്രാക്കറ്റ് ഇങ്ങനെ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/2 കോസ് മൈനസ് ടി എന്ന് വരും അല്ലേ, പ്ലസ് കോസ് 5t എന്ന് വരും. ഓക്കെ, കോസ് മൈനസ് ടി പറഞ്ഞാൽ കോസ് ടി തന്നെ, കാരണം എന്താ? കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയാണ്, ഈവൻ ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു കോസ് ടി പ്ലസ് കോസ് 5t എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈൻ 2t സൈൻ 3t ആണ് അല്ലേ, ദാറ്റ് ഈസ് അത് ഇതാണ് അല്ലേ, ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് സൈൻ 2t ഓക്കെ. ഞാൻ ചെയ്ത് എവിടെയും മിസ്റ്റേക്ക് ഉണ്ടോ? ഇവിടെ മൈനസ് ആണ് അല്ലേ, ഇവിടെ മൈനസ് ആണ്, ഞാൻ ഇവിടെ എഴുതിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ മൈനസ് ആണ്. ദാറ്റ് ഈസ് ജസ്റ്റ് മൈനസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് മൈനസ് ആണ്. മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് ലാപ്ലാസ് ഓഫ് സൈൻ 2t സൈൻ 3t. Therefore this equal to Laplace of 1/2 into cos t minus cos 5t അല്ലേ. ദാറ്റ് ഈസ് ഈ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം, കാരണം ലീനിയർ പ്രോപ്പർട്ടി നമുക്കറിയാം. 1/2 ഇൻറ്റു ലാപ്ലാസ് ഓഫ് കോസ് ടി, നെക്സ്റ്റ് മൈനസ് ലാപ്ലാസ് ഓഫ് 5t കോസ് 5t. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ലാപ്ലാസ് ഓഫ് കോസ് ടി അറിയാം, ലാപ്ലാസ് ഓഫ് കോസ് 5t അറിയാം അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇതെന്ത് വരും? എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇതെന്ത് വരും? മൈനസ് എസ് സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25. കാരണം എ സ്ക്വയർ എയുടെ സ്ഥാനത്ത് എന്താണ്? 25. വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് ഒന്നുകൂടി സിമ്പിൾ ഫോമിലേക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ഒന്നുകൂടി ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് ഒന്നുകൂടി സിമ്പിൾ ഫോം ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു നിങ്ങൾക്ക് എനിക്കുള്ളത് ഫൈനൽ ആൻസർ 12 എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 25 വരും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോകുന്ന ടേം ഉണ്ടാവും. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലാസ് എൽ ഓഫ് സൈൻ ക്യൂബ് 2t. എങ്ങനെ ചെയ്യാം? ഫൈൻഡ് ലാപ്ലാസ് ഓഫ് സൈൻ ക്യൂബ് 2t. എങ്ങനെ ചെയ്യാം? ഇതിനൊക്കെ നമുക്ക് അറിയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റണം. ഞാൻ ഇവിടെ എഴുതാം. എന്താണ് സൈൻ 3t പറഞ്ഞു കഴിഞ്ഞാൽ? സൈൻ 3t നിങ്ങൾക്ക് അറിയാം അല്ലേ. സൈൻ 3t പറഞ്ഞാൽ 3 സൈൻ ടി മൈനസ് 4 സൈൻ ക്യൂബ് ടി ആണ്. ഇതിന് 4 സൈൻ ക്യൂബ് ടി, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ക്യൂബ് ടി എടുത്ത് എഴുതാം. എന്താണ് സൈൻ ക്യൂബ് ടി? ദാറ്റ് ഈസ് 3 സൈൻ ടി മൈനസ് സൈൻ 3t ഡിവൈഡ് ബൈ 4 അല്ലേ. പക്ഷേ ഇവിടെ സൈൻ ക്യൂബ് ടി, ടിയുടെ സ്ഥാനത്ത് 2t ഉണ്ട്. അപ്പോൾ ഇവിടെ ടിയുടെ സ്ഥാനത്തൊക്കെ 2t കൊടുക്കണം. അപ്പോൾ സൈൻ ക്യൂബ് 2t എന്ത് വരും? 3 സൈൻ 2t മൈനസ് സൈൻ 6t ഡിവൈഡ് ബൈ 2 വരും അല്ലേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് സൈൻ 3 സൈൻ 2t മൈനസ്
sine 60 divided by 2. Okay, that is this equal to 1 by 2 into next Laplace of 3 into sine 2t minus sine 60. ഇതിന്റെ രണ്ടിന്റെയും അല്ലേ ലാപ്ലാസ് നമുക്ക് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി ദാറ്റ്സ് ഈക്വൽ ടു 1 by 2 into Laplace of 3 into Laplace of sine 2t next minus Laplace of sine 60 എന്ന് എഴുതും അല്ലേ that's equal to ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ സെപ്പറേറ്റ് ഓരോന്നിന്റെയും കണ്ടുപിടിക്കാൻ പറ്റും that's equal to 1 by 2 into next 3 into sine 2t എന്താണ് that is 2 divided by a square plus 4 a square a divided by a square plus a square ആണ് അല്ലേ ആ യുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ് നെക്സ്റ്റ് മൈനസ് ഇതെന്ത് വരും that is 6 divided by a square plus 36 ഓക്കെ ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് സിമ്പിൾഫൈ ചെയ്യാം കാരണം 2 കോമൺ ആണ് ഇവിടുന്ന് 2 പുറത്തേക്ക് എടുക്കാം ഇവിടുന്ന് 2 പുറത്തേക്ക് എടുക്കാം അത് രണ്ടും ക്യാൻസൽ ചെയ്യാം ബാക്കി എന്ത് വരും 3 divided by a square plus 4 square സോറി 4 square അല്ല 4 അല്ലെങ്കിൽ 2 square that is 2 square എന്ന് എഴുതാം 2 square നെക്സ്റ്റ് ഇവിടെ 2 പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ബാക്കി 3 ഉണ്ട് അല്ലേ that is 3 divided by a square plus 36 ഓക്കെ വേണമെങ്കിൽ ഒന്നുകൂടി സിമ്പിൾ ഫോമിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇവിടെ 4 ആണ് അല്ലേ ബൈ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇവിടെ 4 ആണ് ഇതിനെ 4 താഴെ 4 വരും ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ വീണ്ടും ഒരു 2 വരും 2 ഇൻറ്റു ഇവിടെയും ഒരു 2 ഉണ്ടായി ഓക്കെ നെക്സ്റ്റ് മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം ലാപ്ലാസ് ഓഫ് e raised to minus 3t into sin square t sin square t നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ sin square t നമുക്ക് cos 2t യിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും cos 2t പറഞ്ഞാൽ 1 minus 2 sin square t ആണ് അതിന് sin square t യുടെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ ലാപ്ലാസ് ഓഫ് e raised to minus 3t 2 into cos 5t minus 3 into sin 5t എങ്ങനെ ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ലാസ് ഓഫ് e raised to minus 3t 2 into cos 5t minus e raised to minus 3t into 3 into sin 5t എന്ന് വരും ലാപ്ലാസിനെ അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ഫസ്റ്റ് ടേം 2 into Laplace of e raised to minus 3t cos 5t next minus 3 into Laplace of e raised to minus 3t sin 5t എന്ന് വരും ഓക്കെ നെക്സ്റ്റ് ഇതെന്താണ് ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഷിഫ്റ്റിംഗ് അല്ലേ ഫസ്റ്റ് cos 5t യുടെ എഴുതാം അല്ലേ സൈഡ് നിങ്ങൾ എഴുതുക cos 5t യുടെ എന്തായിരുന്നു cos 5t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾ സൈഡിൽ എഴുതി വെക്കണം എന്താണ് s divided by a square plus 25 അതുപോലെ sin 5t യുടെ എന്താണ് ലാപ്ലാസ് ഓഫ് sin 5t that is this equal to a 5 divided by a square plus 25 sin വരികയാണെങ്കിൽ a cos വരികയാണെങ്കിൽ s ഓക്കെ therefore അതിനെ ഷിഫ്റ്റ് ചെയ്തേക്കാണ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്തിരിക്കണം e raised to a t ആണെങ്കിൽ f of s minus a കൊടുക്കും ആ സ്ഥാനത്ത് e raised to minus a t ആണെങ്കിലോ എസിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും എസ് പ്ലസ് എ കൊടുക്കണം കാരണം എന്താ എക്ക് നമ്മൾ മൈനസ് എ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മൈനസ് മൈനസ് എന്തെങ്കിലും പ്ലസ് വരും therefore this equal to നമുക്ക് എങ്ങനെ എഴുതാം 2 into ഇതിന്റെ ഷിഫ്റ്റിംഗ് എന്ത് കൊടുക്കണം എസ് എവിടെ കിടക്കണ്ടോ അവിടെ എന്ത് ചെയ്യുക എസ് പ്ലസ് 3 കൊടുക്കാം അല്ലേ that is s plus 3 divided by s plus 3 whole square plus 25 അടുത്ത് 3 into next ഇവിടെ 5 divided by s plus 3 whole square into 25 അല്ലേ that's equal to വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം അല്ലേ that is ഒന്നുകൂടി വൃത്തിയിൽ എഴുതാം 2 into s plus 3 divided by s plus 3 whole square plus 25 next minus 15 divided by s plus 3 whole square plus 25 therefore നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആണ് അല്ലേ ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതാം 2 into s plus 3 minus 15 divided by s plus 3 whole square plus 25 ഇതാണ് ആൻസർ ഓക്കെ ഇനി
നെക്സ്റ്റ് ഞാൻ ഇത്രയും പ്രോബ്ലംസ് തരാൻ കാരണം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോജിക്കലി കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പിന്നെ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് t+1² ഇതിനെങ്ങനെ ചെയ്യാം? e⁻t ഒരു ഫംഗ്ഷന്റെ കൂടെ വരികയാണെങ്കിൽ മാക്സിമം ലാപ്ലാസ് ട്രാൻസ്ഫോം ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിക്കാൻ നോക്കുക. എന്താണ് t+1² t²+2t+1 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം t²+2t+1 ഇൻറ്റു e⁻t അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? e⁻t ഇൻറ്റു t²+2 ഇൻറ്റു e⁻t ഇൻറ്റു t പ്ലസ് e⁻t അല്ലേ? ദറ്റ് ഈസ് ലീനിയർ പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ലാപ്ലാസ് ഓഫ് e⁻t ഇൻറ്റു t സ്ക്വയർ, നെക്സ്റ്റ് 2 ഇൻറ്റു ലാപ്ലാസ് ഓഫ് e⁻t ഇൻറ്റു t, നെക്സ്റ്റ് പ്ലസ് ലാപ്ലാസ് ഓഫ് e⁻t. ഓക്കെ, ഇവിടെ ഷിഫ്റ്റിംഗ് തിയറം എന്നാൽ t² ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ? t² 2/s³ അല്ലേ? ടിയുടെ എന്താണ് ലാപ്ലാസ് ഓഫ് t എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 1/s². ഓക്കെ, therefore ലാപ്ലാസ് ഓഫ് e⁻t അറിയാം അല്ലേ? 1/s−1. e⁻at ആണെങ്കിൽ 1/s−a. ഇപ്പോൾ ഇവിടെ ഷിഫ്റ്റിംഗ് തിയർ ഉപയോഗിക്കണം അല്ലേ? t² കൂടെ e⁻t വന്നുകൊണ്ട് t എവിടേക്ക് s ഉണ്ടോ അവിടേക്ക് എന്ത് ചെയ്യുക? s−1 കൊടുക്കണം. therefore നമ്മുടെ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് 1t+1² e⁻t. ദിസ് ഈക്വൽ ടു ഇതിന്റെ ഷിഫ്റ്റിംഗ് t² ഷിഫ്റ്റിംഗ് ദാറ്റ് ഈസ് 2/s−1³. നെക്സ്റ്റ് പ്ലസ് നെക്സ്റ്റ് 2 ഇൻറ്റു ഓക്കെ 2 ഇൻറ്റു ടിയുടെ ഷിഫ്റ്റിംഗ് ടി എന്താണ്? 1/s² അല്ലേ? ദാറ്റ് ഈസ് s−1² പ്ലസ് ഇവിടെ എന്ത് വരും? 1/s−1. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ലാപ്ലാസ് ഓഫ് sin h2t ഇൻറ്റു sin 3t ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ ഇങ്ങനെ ചെയ്യാം. sin h2t നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് e⁻2t മൈനസ് e⁻2t/2 അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് e⁻2t മൈനസ് e⁻2t/2 ഇൻറ്റു നെക്സ്റ്റ് sin 3t. ഈ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ? 1/2 ഇൻറ്റു ലാപ്ലാസ് ഓഫ് ബാക്കി എന്തുണ്ട്? e⁻2t sin 3t മൈനസ് e⁻2t sin 3t അല്ലേ? ദിസ് ഇവിടെ എന്താണ്? ഷിഫ്റ്റിംഗ് ആണ് വന്നുള്ളത്. e⁻2t അല്ലെങ്കിൽ e⁻at കൂടെ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ വേഗം ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിക്കാം. ഇനി അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അത്തരം ടേമിലേക്ക് മാറ്റാൻ പറ്റിയ സെക്കാണ്. ഇവിടെ നോക്കി, ഇവിടെ sin h2t വന്നപ്പോൾ നമ്മൾ വേഗം ചെയ്തു എക്സ്പോണൻഷ്യൽ ടേമിൽ മാറ്റി എഴുതി. കാരണം ഷിഫ്റ്റിംഗ് ഡയറക്റ്റ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് e⁻1/2 ഇൻറ്റു e⁻3t എന്താണ്? ലാപ്ലാസ് ഓഫ് sin 3t എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/s²+9 ആണ്. അവിടെ ഷിഫ്റ്റിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3/s−2² +9 അല്ലേ? നെക്സ്റ്റ് ബാക്കി മൈനസ് എന്താണ്? sin 3t ഇവിടെയും sin 3t ആണ് അല്ലേ? പക്ഷെ ഇവിടുത്തെ ഷിഫ്റ്റിംഗ് എന്താണ്? മൈനസ് ആണ്. അപ്പോൾ s- എന്നുള്ളത് s+2 എഴുതുക. ദാറ്റ് ഈസ് 3/s+2² ഓക്കെ, ഇതാണ് ആൻസർ. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ഓക്കെ, ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ഞാൻ മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എക്സാം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം.